നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തുച്ഛമായ ലാഭത്തിനായി ഘടകകക്ഷിയായ CPIയെ പോലും വഞ്ചിച്ചവരാണ് CPMകാരെന്ന് മുൻ മന്ത്രി VC കബീർ. പിണറായി ഭരണം കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം ഭരണമെന്നും VC കബീർ. പെൻഷനേഴ്സ് അസോസിയേഷൻ തരൂർ നിയോജകമണ്ഡലം സമ്മേളനം പരുത്തിപ്പുള്ളിയിൽ. നഗരവീതിയിൽ നവീകരണം തുടങ്ങി. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ മുതൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് വരെ തകർന്ന പാതയിൽ നടത്തുന്നത് 10 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ. യാത്രക്കാർക്ക് നേരിയ ആശ്വാസം. കുതിരാനിൽ കാട്ടാനക്കൂട്ടം. ഒറ്റയാൻ ഭീതി പരത്തുന്ന പ്രദേശത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത് പെരുന്തുമ്പ കാപ്പിക്കാട്ടെ ജനവാസ മേഖലയിൽ. ആനക്കൂട്ടത്തെ തുരത്താൻ സത്വര നടപടി വേണമെന്ന് പ്രദേശനിവാസികൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തുച്ഛമായ ലാഭം മാത്രം ലക്ഷ്യം വെച്ച് കൂടെ നിൽക്കുന്ന ഘടകകക്ഷിയായ CPIയെ പോലും വഞ്ചിച്ചവരാണ് CPMകാരെന്നും കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഭരണമാണ് പിണറായി വിജയൻ സർക്കാരെന്നും മുൻമന്ത്രി VC കബീർ പറഞ്ഞു. KSSPA തരൂർ നിയോജകമണ്ഡലം 41ാം വാർഷിക സമ്മേളനം പരുത്തിപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മോശമായ ഭരണമാണ് പിണറായി വിജയൻ സർക്കാരെന്നും മുൻമന്ത്രിയും ഗാന്ധിദർശൻ സംസ്ഥാന പ്രസിഡന്റുമായ VC കബീർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇത് നമ്മളെ കാണുന്നത് ഗവൺമെന്റ് പിന്നെ ഇതിലേക്ക് കൊടുക്കാനോ പോസ്റ്റ് കൊടുക്കാനോ പക്ഷെ അധികാരത്തിലിരിക്കുന്നവർ അധികാരത്തിലിരുന്ന് എത്തിക്കഴിഞ്ഞാൽ എല്ലാം നടക്കുകയും കയ്യിട്ട് വാരുക എന്നുള്ളതല്ല, വാരി തിരുക എന്നുള്ളതാണ് പോളിസി എന്ന നിലയിൽ ഇത്രയും മോശമായ ഒരു ഗവൺമെന്റിനെ എൻ്റെ 10-60 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വാക്കുമാറുന്ന ഗവൺമെന്റ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 92 കോടി രൂപ കിട്ടാൻ വേണ്ടി ഘടകകക്ഷിയായ CPIക്കാരൻ ഉന്നയിച്ച വാദത്തിന്റെ കൂടെയാണവർ. അവരെ ചതിച്ച് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് കത്തിന്റെ വാചാക്കൾ വരെ പിണറായി കൂടി പിന്നെ CPI നേതാവിനോട് പറഞ്ഞ് മനസ്സിലാക്കി വായിച്ചു കൊടുത്തിട്ട് അസോസിയേഷൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് P കേശവദാസ് അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം സെക്രട്ടറി AS സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സമിതി അംഗം A ഗോപിനാഥൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി ആന്റണി, AICC അംഗവും മഹിളാ കോൺഗ്രസ് നേതാവുമായ ശാന്ത ജയറാം, അസോസിയേഷൻ വനിതാ ഫോറം പ്രസിഡന്റ് അനിയ ടീച്ചർ, ജില്ലാ കമ്മിറ്റി അംഗം PK ചാമിയാർ, സംസ്ഥാന സമിതി അംഗം K വേലുണ്ണി, ജില്ലാ കമ്മിറ്റി അംഗം ESM ഹനീഫ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ VR വിജയൻ സ്വാഗതവും അസോസിയേഷൻ കോട്ടായി മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികുമാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് പരിസരം വരെയുള്ള പാതയിലെ തകർച്ച നേരിട്ട ഭാഗങ്ങളിലെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പിലെ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ വഴി SMB ജംഗ്ഷനിലേക്ക് എത്തുന്ന നഗരത്തിലെ പ്രധാന റോഡാണ് അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കുന്നത്. റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായതോടെ നിരവധി പരാതികളാണ് നേരത്തെ ഉയർന്നു വന്നിരുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ നവീകരണം ആരംഭിച്ചിരിക്കുന്നത്. PWയുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. ഷൊർണൂർ നഗരസഭയുടെ മുൻവശം, സെൻറ് തെരേസസ് കോൺവെൻറ്റിന് മുൻവശം, ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുൻവശം, റെയിൽവേ സ്റ്റേഷന് മുൻവശം തുടങ്ങിയ പ്രധാന തകർന്ന ഭാഗങ്ങളാണ് റീടാറിംഗ് നടത്തി നവീകരിക്കുന്നത്. കൂടാതെ കുളപ്പള്ളി ജംഗ്ഷന് സമീപത്തെ പാതയിലെ തകർച്ചകളും നവീകരിക്കും. തകർന്നു കിടന്ന റോഡ് BMC നിലവാരത്തിൽ നവീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താൽക്കാലികമായി പരിഹരിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് യാത്രക്കാരും. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ഗൂഡല്ലൂർ റൂട്ടിൽ KSRTCയുടെ പുതിയ ബസ് സർവീസ് ആരംഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. മണ്ണാർക്കാട് വഴിക്കടവ് നിലമ്പൂർ വഴിയാണ് സർവീസ്. എല്ലാ ദിവസവും രാവിലെ 7:45 പാലക്കാട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:20 ഗൂഡല്ലൂരിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരിച്ച് അവിടെ നിന്ന് 1:30 പുറപ്പെട്ട് വൈകുന്നേരം 6:05 പാലക്കാട് ഡിപ്പോയിൽ എത്തിച്ചേരും.
ഗൂഡല്ലൂരിലേക്ക് പാലക്കാട് ഡിപ്പോയിൽ നിന്നുള്ള ആദ്യ സർവീസാണിത്. പാലക്കാട്ട് നിന്ന് ഗൂഡല്ലൂർക്ക് ബസ് സർവീസ് വേണമെന്ന ആവശ്യം MLA ഗതാഗത മന്ത്രിയെ നേരിൽ കണ്ട് ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സർവീസിനുള്ള അനുമതി KSRTC നൽകിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പുതിയ അന്തർ സംസ്ഥാന സർവീസുകൾ കൂടി ആരംഭിക്കുമെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ, യൂണിയൻ ഭാരവാഹികളായ സന്തോഷ്, രവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുതിരാനിൽ കാട്ടാനക്കൂട്ടം. കുതിരാൻ പെരുംതുമ്പ കാപ്പിക്കാട്ടാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ആന എത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. മേഖലയിൽ ഒറ്റയാൻ ഇറങ്ങി ഭീതി പരത്തുന്നതിനിടെയാണ് കാട്ടാനകൾ കൂട്ടമായി എത്തിയിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭയിലെ ജനകീയ വായനശാല കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എഴുത്തോല നവംബർ ലക്കത്തിൻ്റെ പ്രകാശനവും ചടങ്ങിൽ MLA നിർവഹിച്ചു. ഓഡിറ്റോറിയത്തിൽ പൂർണ്ണമായും ആളുകൾക്ക് വെയിലും മഴയും തട്ടാതെ ഇരിക്കാൻ കഴിയുന്ന സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൂടി ചേർത്ത് ഒറ്റപ്പാലം ജനകീയ വായനശാല, അതിൻ്റെ താഴെയുള്ള ഓപ്പൺ ഓഡിറ്റോറിയം രണ്ടിൻ്റെയും നവീകരണത്തിനായി 35 ലക്ഷം രൂപ ഇവിടെ വിനിയോഗിക്കേണ്ടതായിട്ട് വന്നു. 35 ലക്ഷം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള സംഖ്യയല്ല. ഞാൻ പലയിടത്തും പറയാറുള്ളത് ലൈഫ് വീടിൻ്റെ കാര്യമാണ്. ഒരു ലൈഫ് വീടിന് 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ 35 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മോശമല്ലാത്ത ഒരു സംഖ്യയാണ്. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി അധ്യക്ഷയായിരുന്നു. പ്രൊഫസർ ജയകൃഷ്ണൻ വല്ലപ്പുഴയ്ക്ക് നൽകി MLA എഴുത്തോല നവംബർ ലക്കത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചു. V. ആനന്ദ് വായനശാലയ്ക്ക് നൽകിയ പുസ്തകം ജനകീയ വായനശാല പ്രസിഡന്റ് E. രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ കൗൺസിലർ ഫാത്തിമത്ത് സുഹറ, വായനശാല സെക്രട്ടറി IM സതീശൻ, P. പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. MLA ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഒറ്റപ്പാലം നഗരസഭയിലെ ജനകീയ വായനശാല കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുകയില ലഹരിമുക്ത വിദ്യാലയങ്ങളാക്കി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ പ്രഖ്യാപന കർമ്മം നിർവഹിച്ചു. ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ ഇത്ര ഫാനുണ്ടെങ്കിലും ഇന്നോ ഒരു പുഴുകൽ ഇതിൻ്റെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ എല്ലാവരും ആൾ തിങ്ങി നിറഞ്ഞുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ അടുത്ത പഞ്ചായത്ത് ഒരു പുതിയ ഇവിടുത്തെ പരമാവധി ആളുകൾ പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു നല്ല ഹാള് ഉണ്ടാക്കാൻ ആദ്യത്തെ ശ്രമം നടത്തട്ടെ എന്ന് വിപിൻ റഹ്മാൻ പറഞ്ഞു വെച്ചു. തീർച്ചയായിട്ടും അത് നടക്കട്ടെ. എന്തായാലും ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി നമ്മുടെ പഞ്ചായത്തിനകത്തെ വിവിധ മേഖലയിൽ പിന്നെ ജോലി നിർവഹിക്കുന്ന ആളുകളും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളും തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലെ 8 സ്കൂളുകളും കോളേജുമാണ് പുകയില രഹിത ലഹരിമുക്ത വിദ്യാലയമായി പ്രഖ്യാപിച്ചത്. ഇവർക്കുള്ള ഉപഹാരവും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ വിശിഷ്ടാതിഥിയായി. പ്രവൃത്തിക്ക് ശ്രമം നടത്തിയ ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്തിനെയും അഭിനന്ദിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രമാമുരളി, OK രാമചന്ദ്രൻ, ഷാജിദ, ഡോക്ടർ അരുൺ മിത്ര, ഡോക്ടർ മൈനാവതി, സെക്രട്ടറി P. സുരേഷ് കുമാർ, മെഡിക്കൽ ഓഫീസർ ലത, കോങ്ങാട് ഹെൽത്ത് സൂപ്പർവൈസർ CC മോൻ തോമസ്, സുമതി ടീച്ചർ, സമീറ ടീച്ചർ, ടുബാക്കോ ഫ്രീ അംബാസിഡർ സിസിൽ എബ്രഹാം, പറളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VV രമേശ്, മൻസൂർ അലി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഹരിതബന്ധം ചെടികളിലൂടെ സൗഹൃദം വളർത്താം എന്ന സന്ദേശവുമായി ടൗണിൽ IEC സന്ദേശ റാലി സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭയുടെ അലങ്കാര ചെടികൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൈമാറി. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച സന്ദേശ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ലീൻ സിറ്റി ഷൊർണൂർ മാലിന്യ സംസ്കരണം, മലയാള സംസ്കാരം, നാമകരണം ചെയ്ത വെള്ളക്കുടകളുമായാണ് എല്ലാവരും റാലിയിൽ പങ്കാളികളായത്. തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു.
നമുക്കറിയാം നഗരസഭ മാലിന്യ സംസ്കരണ രംഗത്ത് വേറിട്ട ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു നഗരസഭയാണ്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആ ഒരു പ്രവർത്തനം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ നഗരസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാലിന്യ നിർമ്മാർജ്ജനം അനിവാര്യമാണെന്നും ഇക്കാര്യത്തിൽ പാലക്കാട് ഡിവിഷന്റെ ഭാഗങ്ങളിൽ റെയിൽവേ എല്ലാ സഹകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ADRM വി ജയകൃഷ്ണൻ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പല ഭാഗങ്ങളിലും ഡസ്റ്റ് ബിന്ന്, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ ആക്റ്റീവായ പാർട്ടിസിപ്പേഷൻ കാരണം നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒരുപാട് കളയാൻ സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭയുടെ 50 അലങ്കാര ചെടികൾ റെയിൽവേക്ക് കൈമാറി. ചെയർമാൻ MK ജയപ്രകാശിൽ നിന്നും ADRM വി ജയകൃഷ്ണൻ ചെടി ഏറ്റുവാങ്ങി. വൈസ് ചെയർപേഴ്സൺ P സിന്ധു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനപ്രതിനിധികൾ, സെക്രട്ടറി PS രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ഷൊർണൂർ നഗരസഭ ഹരിതകർമ്മസേന സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സംഗമം ഉദ്ഘാടനം ചെയ്തു. അജൈവ മാലിന്യങ്ങളുടെ ശേഖരണത്തിൽ നിർണായകമായിട്ടുള്ള പങ്കാണ് ഹരിതകർമ്മസേന നിർവഹിച്ചത്. അത് നമുക്ക് നിർവഹിക്കാൻ സാധിച്ചത് വളരെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ്. നമുക്കതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം, വളരെ തുടക്കത്തിൽ നമ്മൾ വളരെ പുറകിലായിരുന്നെങ്കിൽ പിന്നീട് ഹരിതകർമ്മസേന അംഗങ്ങളുടെ ശക്തമായിട്ടുള്ള മാലിന്യ ശേഖരണത്തിൻ്റെ ഭാഗമായി, ജൈവ മാലിന്യങ്ങളുടെ ശേഖരണത്തിൻ്റെ ഭാഗമായി സംഗമത്തിന്റെ ഭാഗമായി BDP ധാരണാപത്രം ഒപ്പിടൽ, ഹരിതമിത്രം ക്ലാസ്, ക്വിസ് കോമ്പറ്റീഷൻ എന്നിവ നടന്നു. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ശിവൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി PS രാജേഷ് സംസാരിച്ചു. ആത്മാർത്ഥമായ സേവനത്തിനും മികച്ച പ്രവർത്തനങ്ങൾക്കുമുള്ള ഉപഹാരം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഹരിതകർമ്മസേനയ്ക്ക് നൽകി. തുടർന്ന് ഹരിതകർമ്മസേന നഗരസഭാ ചെയർമാനുള്ള സ്നേഹാദരവും ഒരുക്കി. ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ബെഡ്ഷീറ്റുകളുടെ വിതരണം ചെയർമാൻ നിർവഹിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ ചുടുവാലത്തൂരിൽ പുതുതായി നിർമ്മിച്ച 81 നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. കേരളോത്സവത്തിൽ പങ്കാളികളായി മത്സരാർത്ഥികൾക്കുള്ള അനുമോദനവും ഇതോടനുബന്ധിച്ച് ചടങ്ങിൽ നടന്നു. ഷൊർണൂർ നഗരസഭയിലെ ചുടുവലത്തൂർ 81 നമ്പർ അംഗനവാടിക്കായാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചക്കുന്നത്ത് രാമചന്ദ്രൻ നായരുടെ പത്നി സൗജന്യമായി നൽകിയ 4 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. P മമ്മിക്കുട്ടി MLAയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. അംഗൻവാടി കെട്ടിടത്തിന്റെ മുകളിൽ ചക്കുന്നത്തെ രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം, ജനകീയ വായനശാല, മന്ദിരവുമുണ്ട്. ഇതിൻ്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. നിർമ്മാണം പൂർത്തീകരിച്ച അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. പ്രവർത്തനങ്ങൾ ആ കുട്ടി നടത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ നഗരസഭയിൽ നമ്മൾ കുറേ കൂടി ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ എല്ലായിടത്തും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനം. സാധാരണ നിലയിൽ അതിനെ ഒരു ചിട്ടയോടുകൂടി എത്തിക്കുക, അവിടെ സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടായാൽ മാത്രമാണ് ഒരു സ്ഥാപനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷയായിരുന്നു. സ്വാഗതം പറഞ്ഞ കൗൺസിലർ KM ലത പദ്ധതി വിശദീകരണവും നടത്തി. V ഫാത്തിമത്തെ ഫർസാന, CDPO O ശാന്തകുമാരി, ICA സൂപ്പർവൈസർ AM ബിന്ദുമോൾ, മുൻ കൗൺസിലർ KN അനിൽകുമാർ, K വിനോദ്, അംഗനവാടി ടീച്ചർ MR ബിന്ദു എന്നിവർ സംസാരിച്ചു. നഗരസഭ കേരളോത്സവം 2025 പങ്കാളികളായ മത്സരാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. നിരവധി പ്രദേശനിവാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിലെ മേച്ചിരാത്തുകുന്ന് നിവാസികൾക്ക് ആശ്വാസം. പ്രദേശത്തെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായുള്ള പൊതുകിണറിൻ്റെ പ്രവർത്തനോദ്ഘാടനം ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു.
വളേരിപ്പറമ്പിൽ ശാരദ ഉദ്ഘാടനം ചെയ്തു. ഇരുപത്തിമൂന്നാം വാർഡ് കൗൺസിലർ EP നന്ദകുമാർ, പ്രദേശവാസികളായ വേണുഗോപാൽ, രഘുറാം, VK സതീശൻ, ഉണ്ണികൃഷ്ണൻ, സിനോഷ്, രാകേഷ്, അനീഷ്, മണിക്കുട്ടൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാളേരിപ്പറമ്പിൽ ശാരദ പതിച്ചു നൽകിയ 1/4 സെന്റ് ഭൂമിയിലാണ് പൊതുകിണർ നിർമ്മിച്ചു നൽകുക. 2024 പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ വകയിരുത്തിയാണ് പൊതുകിണറിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. പൊതുകിണർ യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ 40 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് 23-ാം വാർഡ് കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. നമ്മൾ ഏറെ കാലമായിട്ട് ഇവിടുത്തെ ഈ മേച്ചിരാത്തുനിന്ന് പ്രദേശത്തെ ആളുകൾ ആവശ്യപ്പെടുന്നതാണ് ഒരു പൊതുകിണർ. ഇവിടെ ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് പബ്ലിക് ടാപ്പിലെ, അതായത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് ഒരു കിണറില്ല. ഉണ്ടെങ്കിൽ വെള്ളം കിട്ടണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയിട്ട് സ്വകാര്യ വ്യക്തികളുടെ വീട്ടിൽ നിന്നാണ് കോരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പൊതുകിണർ എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് നമുക്ക് പൊതുകിണറിന് സൗജന്യമായിട്ട് നഗരസഭയ്ക്ക് ശാരദേച്ചി സ്ഥലം തന്നു. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുകിണർ നിർമ്മിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. കോൺട്രാക്റ്റ് എടുത്തു. എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പൊതുകിണർ യാഥാർത്ഥ്യമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിനെ SSK സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രൈമറി വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചു നൽകിയ സ്പോർട്സ് ഉപകരണങ്ങൾ സ്കൂളിന് കൈമാറി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ PK മോഹനൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് അലി ഇടശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BRC പ്രതിനിധി അബിത പദ്ധതി വിശദീകരിച്ചു. വിജിത, SMC ചെയർമാൻ വിജയരാജ്, PTA എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ രജനി, ശാലിനി, കവിത, മൈമുന, ശ്രീദേവി എന്നിവർ സംസാരിച്ചു. ശ്രീജ ടീച്ചർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുച്ഛമായ ലാഭത്തിനായി ഘടകകക്ഷിയായ CPIയെ പോലും വഞ്ചിച്ചവരാണ് CPMകാരെന്ന് മുൻമന്ത്രി VC കബീർ. പിണറായി ഭരണം കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം ഭരണമെന്നും VC കബീർ. പെൻഷനേഴ്സ് അസോസിയേഷൻ തരൂർ നിയോജകമണ്ഡലം സമ്മേളനം പരുത്തിപ്പുള്ളിയിൽ. നഗരവീഥിയിൽ നവീകരണം തുടങ്ങി. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ മുതൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് വരെ തകർന്ന പാതയിൽ നടത്തുന്നത് 10 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ. യാത്രക്കാർക്ക് നേരിയ ആശ്വാസം. കുതിരാനിൽ കാട്ടാനക്കൂട്ടം. ഒറ്റയാൻ ഭീതി പരത്തുന്ന പ്രദേശത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത് പെരുന്തുമ്പ കാപ്പിക്കാട്ടെ ജനവാസ മേഖലയിൽ. ആനക്കൂട്ടത്തെ തുരത്താൻ സത്വര നടപടി വേണമെന്ന് പ്രദേശനിവാസികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.